ഇന്നത്തെ പരിപാടികൾ 3:25 കഥ പറയും നേരം, കഥ കിളിവാതിൽ 5-ാം ഭാഗം. 4 മണിക്ക് കൂട്ടുകാരി തത്സമയ പരിപാടി, പ്രധാന വാർത്തകൾ 5 മണിക്ക്. 5:10 മഴവില്ല. 5:58 സ്വാസ്ഥ്യ കേരളം. 6 മണിക്ക് തത്സമയ കൃഷിദർശൻ. വിഷയം വായ്പ വാങ്ങുമ്പോൾ. ശ്രീ വി പ്രഭാകരൻ നായർ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ജനറൽ മാനേജർ അതിഥിയായി പങ്കെടുക്കുന്നു. 6:30 ചിത്രഗീതം. വാർത്തകൾ 7 മണിക്ക്. 7:15 സന്ധ്യാരാഗം. 7:30 സമന്വയം. ഇതിൽ ഗാനമേള സമത 2011. 8 മണി മുതൽ ഡൽഹിയിലെ. ഇപ്പോൾ റിതം ഓഫ് കുക്കറി. റിതം ഓഫ് കുക്കറി പ്രായോജകർ പിയേഴ്സ്, നിർമ്മലമായ ബന്ധം, നിർമ്മലമായ ചർമ്മം, ലൈഫ് ബോയ്, 10 ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന അണുക്കൾ സംരക്ഷണം 1, പുതിയ ലൈഫ് ബോയ്, സന്തൂർ, പുതിയ സന്തൂർ ഗ്ലിസറിൻ ഡീപ് മോയ്സ്ചറൈസിംഗ്, യുവത്വം തുടിക്കുന്ന ചർമ്മത്തിന്. സൺലൈറ്റ്, ഉജ്ജ്വലമായ വർണ്ണം 40 അലക്കിന് ശേഷവും. സൺലൈറ്റ്. വിക്സ് കഫ് ഡ്രോപ്പ്, പുതിയ വിക്സ് ജംബോ, അത് തരും കിച്ച് കിച്ചിൽ നിന്ന് നീണ്ട ആശ്വാസം. രോഗങ്ങൾ വേറെ വേറെ, പക്ഷേ പ്രോബ്ലം ഒന്ന് തന്നെയാ രണ്ടുപേരുടെയും. അണുക്കൾ. ചർമ്മത്തെ ബാധിച്ചാൽ സ്കിൻ ഇൻഫെക്ഷൻ. കണ്ടോ? ഇവിടെ നിന്ന് ഉള്ളിൽ കടന്നാൽ സ്റ്റൊമക് ഇൻഫെക്ഷൻ. ചികിത്സ ഉള്ളിലോ പുറത്തോ സുരക്ഷ 1. ലൈഫ് ബോയ്, പുതിയ ലൈഫ് ബോയ് 10 ഇൻഫെക്ഷൻസും ഉണ്ടാക്കുന്ന അണുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു. 10 ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന അണുക്കൾ സംരക്ഷണം 1, പുതിയ ലൈഫ് ബോയ്. കിച്ച് കിച്ച് വിക്സ് ജംബോ കഴിക്കൂ, നീണ്ടാശ്വാസം നേടൂ. വിക്സ് ഗുളിക തരും കിച്ച് കിച്ചിൽ നിന്ന് നീണ്ട ആശ്വാസം. ഇതിലെന്താ? വെയില്. വെയില്. ഇത് സൂക്ഷിച്ചു വെക്കാം. എങ്ങെങ്ങോ ചൊല്ല് 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 ഒളിപ്പിച്ചു ഇതിൽ വെക്കാം. നിർമ്മലമായ ബന്ധം, നിർമ്മലമായ ചർമ്മം, നിർമ്മലമായ പേസ്. രോഗങ്ങൾ വേറെ വേറെ, പക്ഷേ പ്രോബ്ലം ഒന്ന് തന്നെയാ രണ്ടുപേരുടെയും. അണുക്കൾ. ചർമ്മത്തെ ബാധിച്ചാൽ സ്കിൻ ഇൻഫെക്ഷൻ. കണ്ടോ? ഇവിടെ നിന്ന് ഉള്ളിൽ കടന്നാൽ സ്റ്റൊമക് ഇൻഫെക്ഷൻ. ചികിത്സ ഉള്ളിലോ പുറത്തോ സുരക്ഷ 1. ലൈഫ് ബോയ്, പുതിയ ലൈഫ് ബോയ് 10 ഇൻഫെക്ഷൻസും ഉണ്ടാക്കുന്ന അണുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു. 10 ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന അണുക്കൾ സംരക്ഷണം 1, പുതിയ ലൈഫ് ബോയ്. നമസ്കാരം. റിതം ഓഫ് കുക്കറിയിലേക്ക് സ്വാഗതം. മധുരം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഇന്ന് വ്യത്യസ്തമായ ഒരു പായസം തയ്യാറാക്കാം. ബീട്രൂട്ട് പായസമാണ്. വേണ്ട സാധനങ്ങൾ: 1 കപ്പ് ബീട്രൂട്ട് ഉരച്ചെടുത്തത്, ഗ്രാമ്പു കുറച്ച്, 1 സ്പൂൺ ഗ്രാമ്പു, കിസ്മിസ്, നട്ട്സ്, ഇത് രണ്ടും നെയ്യിൽ മൂപ്പിച്ചതാണ്, വാനില എസൻസ്, 1 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് നെയ്യ്, 1/2 കപ്പ് പാൽ. ഒരു നോൺ സ്റ്റിക് പാൻ വെച്ചിട്ട് 1/2 കപ്പ് നെയ്യ് ഒഴിക്കും. നെയ്യ് ഉരുകി വരുമ്പോ അതിലേക്ക് ബീട്രൂട്ട് ഉരച്ചത് ഇട്ട് നന്നായി വഴറ്റണം. നന്നായിട്ട് വഴറ്റി വരുമ്പോ നല്ല മണം വരും. അതിൽ നമ്മള് 1 സ്പൂൺ ഗ്രാമ്പു, ഒരു 10-15 ഗ്രാമ്പു വരെ ഇടാം. അപ്പൊ നല്ല മണമായിരിക്കും. ഗ്രാമ്പുവും ചേർത്ത് നന്നായി വഴറ്റുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നല്ല നിറമുള്ള ഒരു പായസമായിരിക്കും, മറ്റു പായസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. മാത്രമല്ല നമ്മളുടെ സൗന്ദര്യവും ആരോഗ്യവും ഒരുപോലെ വർദ്ധിപ്പിക്കുന്നതാണ് ബീട്രൂട്ട്. അപ്പം സൗന്ദര്യ വർധനവും കൂടി ഇതിന്റെ പിന്നിലുണ്ട്. നന്നായിട്ട്
വഴറ്റി എടുക്കുകയാണ്. വളരെ വേഗം തയ്യാറാക്കാവുന്ന ഒരു പായസമാണിത്. മറ്റ് പായസങ്ങളെക്കാൾ അനായാസം നമുക്കിത് തയ്യാറാക്കാം. അപ്പം ഇതില് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ ബീട്രൂട്ടിന്റെ മണമെല്ലാം ഒരു വല്ലാത്ത സ്മെല്ലുള്ളതൊക്കെ മാറും. ബീട്രൂട്ട് പായസമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. എന്താണ് ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്നുള്ളത് അറിയാൻ പറ്റില്ല അവസാനമാകുമ്പോൾ. ഗ്രാമ്പൂ ഇട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ബീട്രൂട്ടിന്റെ ആ ചൊവയും മണവും ഒക്കെ മാറിക്കിട്ടും. വേണമെങ്കിൽ കുറച്ചും കൂടി ചെറുതായിട്ട് നമുക്ക് ഉരച്ചെടുക്കാം. പക്ഷെ ഇതിന് ഇത്രയും നീളത്തിൽ ഉരച്ചിട്ടല്ല, അതൊരു സേമിയ പായസത്തിന്റെ ഒക്കെ പോലെ ആ സേമിയ കിടക്കുന്നത് പോലെ കിടക്കും. അപ്പൊ കാണാൻ കുറച്ചും കൂടി ഭംഗി ഇത് തന്നെയാവും. ഗ്രാമ്പൂ ഇഷ്ടമില്ലാത്തവർക്ക് ഏലക്ക ഒക്കെ വേണമെങ്കിൽ ഇടാം. പക്ഷെ ഗ്രാമ്പൂ ഇടുമ്പോഴാണ് അതിന് കൂടുതലൊരു സുഗന്ധം ഉണ്ടാവും. സുഗന്ധമുള്ള ഒരു പായസമായിരിക്കും ഇത്. നന്നായിട്ട് വഴറ്റിയെടുക്കാണ്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി, പകുതി പഞ്ചസാര ഇപ്പൊ ചേർക്കാം. പഞ്ചസാര മുഴുവൻ നമ്മൾ ആദ്യം ഇട്ടാലേ ഇതിങ്ങനെ പാവ് കാച്ചിയതുപോലെ അങ്ങ് ആയിപ്പോവും. അതുകൊണ്ട് വഴറ്റിയെടുത്തിട്ട് പകുതി പഞ്ചസാര ചേർക്കാം, ബാക്കി പകുതി പാലിന്റെ കൂടെ ചേർക്കാം. നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ ബീട്രൂട്ടിന്റെ നിറം അങ്ങോട്ട് മാറി കുറച്ച് ഇത് ലൈറ്റ് ആവുകയും ചെയ്യും. വളരെ മൃദുവായിട്ട് വരും. നെയ്യ് എത്രയും വേണ്ട, കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവർക്ക് നെയ്യ് വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. നോൺ സ്റ്റിക് പാൻ കൂടി ആകുമ്പം നെയ്യ് അധികം വേണമെന്നില്ല. പക്ഷെ കുട്ടികൾക്കൊക്കെ നെയ്യിന്റെ ആ ടേസ്റ്റ് വളരെ ഇഷ്ടപ്പെടില്ല. തേങ്ങാപ്പാൽ ഒഴിച്ചും ഉണ്ടാക്കാം. തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കാം. അപ്പൊ ഞാനിത് കണ്ടൻസ്ഡ് മിൽക്ക് കലക്കിയതാണ് വെച്ചിട്ടുള്ളത്. തേങ്ങാപ്പാലാകുമ്പം വേറൊരു രുചിയാകും. ഇതിപ്പോ നന്നായിട്ട് വഴറ്റിയെടുത്തു. വളരെ വേഗം തയ്യാറാക്കാവുന്ന പായസമാണ്. ഇനി ഇതിലേക്ക് ഈ പാൽ ചേർക്കാം. ഇത് വഴറ്റിയെടുത്തു കഴിഞ്ഞപ്പോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു. ഇതിന്റെ ആ കളറൊക്കെ മാറി മണമൊക്കെ വേറൊരു മണം വന്നു. ഇത് 1.5 കപ്പ് പാലാണ്. പാലൊഴിച്ച് ഒന്ന് തിളയ്ക്കണം. ഇപ്പൊ ഗ്രാമ്പും കൂടി ആ പാലിൽ കിടന്ന് തിളച്ച് കഴിയുമ്പോൾ നല്ല ഒരു മണം വരും. കുറച്ചൊന്ന് കുറുകിയിരിക്കും. നമുക്ക് അടപ്പായസമൊക്കെ കുറുകിയിരിക്കില്ലേ, അപ്പൊ അതുപോലെ കുറുകിയിരിക്കുന്ന പായസമായിട്ട് ഉണ്ടാക്കാം. അല്ല അങ്ങനെ വേണ്ടെങ്കിൽ കുറച്ചും കൂടി പാലിന്റെ അളവ് കൂട്ടിയാൽ മതി. അപ്പൊ കുറച്ച് ലൂസായ പായസമായിരിക്കും. തിളച്ചു തുടങ്ങി. ഇപ്പൊ തേങ്ങാപ്പാലാണെങ്കിൽ നമ്മള് 1-ാം പാല് മാറ്റി ഒഴിച്ചിട്ട് 2-ാം പാല് ആദ്യം ഒഴിച്ചിട്ട് അവസാനം 1-ാം പാല് ചേർക്കാം. ഇത് നമ്മളെ ഗ്രാമ്പൂ ചേർത്തപ്പോ ഗ്രാമ്പൂവിന്റെ ഒരു നല്ല മണവും അതിന്റെ ഒരു പ്രത്യേക രുചിയും ഒക്കെ ഇതിനുണ്ടാവും. എങ്കിലും കുറച്ച് വാനില എസൻസും കൂടി അവസാനം ചേർക്കാം. 1/2 സ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം. നമ്മളുടെ ബാക്കി പഞ്ചസാര ഇവിടെ ഇരിപ്പുണ്ട്, അതും കൂടി ഇതിലേക്ക് ഇടാം. ഒരു റോസ് കളർ വരും. ഇപ്പൊ ചിലപ്പോ ബീട്രൂട്ട് വാങ്ങുമ്പോ അകം വെളുത്തിരിക്കുമല്ലോ, അങ്ങനെയുള്ള ബീട്രൂട്ട് അല്ല, നല്ല ഡാർക്ക് ആയിട്ടുള്ള ബീട്രൂട്ടാണ് എപ്പോഴും പായസത്തിന്. പക്ഷെ അത്ര നിറം പായസം ഉണ്ടാക്കുമ്പോൾ വരില്ല. നന്നായിട്ട് നമ്മൾ വഴറ്റി കഴിയുമ്പോൾ അതിന്റെ ആ ഒരു കളർ അങ്ങ് മാറും, അതിന്റെ ചൊവയൊക്കെ മാറും. പാല് ഇത്രയും ചാറ് വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ് ചെയ്യാതെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഇതിലേക്ക് ഒഴിച്ച കുറുകിയ പായസം അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ നന്നായിട്ട് തിളച്ചു. നമുക്ക് അതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിക്കാം. ഇത് കുറച്ച് ലൂസായിട്ടുള്ള പായസമാണ്.
ഇതിന് നമ്മള് ഇത് നെയ്യിൽ വറുത്ത് വെച്ച കിസ്മിസും നട്ട്സും ആണ്. കുറച്ച് നെയ്യിൽ വറുത്ത് കിസ്മിസും നട്ട്സും മിക്സ് ചെയ്യാം. ബാക്കി നമുക്ക് സർവിംഗ് ബൗളിലേക്ക് പകർന്നിട്ട് ഇടാം. വളരെ വേഗം തയ്യാറാക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുകയും ചെയ്യും. വേറൊരു ടേസ്റ്റ് ആയിരിക്കും. മാത്രമല്ല വെജിറ്റബിൾസ് കഴിക്കാനൊക്കെ മടി കാണിക്കുന്ന ധാരാളം കുട്ടികളുണ്ടാവും. ബീറ്റ്റൂട്ടൊക്കെ കഴിക്കേണ്ടത് ആവശ്യവുമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും അവരുടെ ഉള്ളിൽ എത്തിക്കാനായിട്ട് ഇതൊരു മാർഗവും കൂടി ആകും. നെയ്യുടെ അളവ് കുറച്ചാൽ മാത്രം മതി. നമ്മള് പായസം ആയിക്കഴിഞ്ഞു. ഇതിപ്പോ കുറച്ച് ലൂസ് ആയിട്ടില്ല. നമ്മള് ഗ്ലാസ്സിൽ സെർവ് ചെയ്യാവുന്ന പോലെയാണ്. ഇതിനെ ഒരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് കിസ്മിസും നട്ട്സും കൊണ്ട് ബീറ്റ്റൂട്ട് പായസം റെഡി ആയിട്ടുണ്ട്. വളരെ വേഗം ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ബീറ്റ്റൂട്ട് പായസം തയ്യാറാക്കിയ രീതി ഒന്നുകൂടി പറയാം. ഇതിന് വേണ്ട വിഭവങ്ങൾ: 1 കപ്പ് ബീറ്റ്റൂട്ട് ചെറുതായി ഉരച്ചെടുത്തത്, കുറച്ച് ഒരു 10-15 ഗ്രാമ്പു, 1 സ്പൂൺ വാനില എസൻസ്, 1 കപ്പ് പഞ്ചസാര, കിസ്മിസും നട്ട്സും നെയ്യിൽ വറുത്തത്, നെയ്യ് 1/2 കപ്പ്. നെയ്യുടെ അളവ് നമ്മളുടെ ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ പാല്, തേങ്ങാപ്പാലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ പാലോ ഉപയോഗിക്കാം. തയ്യാറാക്കിയ രീതി ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടാവും. ഇത് നമ്മളുടെ നോൺ സ്റ്റിക് പാൻ അടുപ്പിൽ വെച്ചു, നെയ്യ് ഒഴിച്ചു, ബീറ്റ്റൂട്ട് വളരെ നന്നായിട്ട് വഴറ്റിയെടുത്തു. വഴറ്റിയ സമയത്ത് തന്നെ അതിലേക്ക് ഗ്രാമ്പു ഇട്ടിരുന്നു. അപ്പൊ ഗ്രാമ്പുവിന്റെ നല്ല മണം വന്നു. അത് കുറച്ച് വഴണ്ട് വന്ന സമയത്ത് പകുതി പഞ്ചസാര ചേർത്തിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് പാൽ ചേർത്തു, നന്നായി തിളപ്പിച്ചു. ബാക്കി പഞ്ചസാരയും ചേർത്തു, വാനില എസൻസും ചേർത്തു. എന്നിട്ട് കിസ്മിസും നട്ട്സും കൊണ്ട് ഗാർണിഷ് ചെയ്തു. ഇതാണ് ബീറ്റ്റൂട്ട് പായസം. വളരെ വേഗം തയ്യാറാക്കാമെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യും. രോഗങ്ങൾ വേറെ വേറെ, പക്ഷെ പ്രോബ്ലം ഒന്ന് തന്നെയാ രണ്ടുപേരുടെയും. അണുക്കൾ. ചർമ്മത്തെ ബാധിച്ചാൽ സ്കിൻ ഇൻഫെക്ഷൻ. കണ്ടോ? ഇവിടെ നിന്ന് ഉള്ളിൽ കടന്നാൽ സ്റ്റൊമക് ഇൻഫെക്ഷൻ. ചികിത്സ ഉള്ളിലോ പുറത്തോ? സുരക്ഷ 1:1. ലൈഫ് ബോയ്. പുതിയ ലൈഫ് ബോയ് 10 ഇൻഫെക്ഷൻസും ഉണ്ടാക്കുന്ന അണുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു. 10 ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന അണുക്കൾ. സംരക്ഷണം 1. പുതിയ ലൈഫ് ബോയ്. ബദാമിന്റെയും ചന്ദനത്തിന്റെയും ഗുണങ്ങൾ നിറഞ്ഞ സന്തൂർ വൈറ്റ് ഇപ്പോൾ വെറും 10 രൂപയ്ക്ക്. രോഗങ്ങൾ വേറെ വേറെ, പക്ഷെ പ്രോബ്ലം ഒന്ന് തന്നെയാ രണ്ടുപേരുടെയും. അണുക്കൾ. ചർമ്മത്തെ ബാധിച്ചാൽ സ്കിൻ ഇൻഫെക്ഷൻ. കണ്ടോ? ഇവിടെ നിന്ന് ഉള്ളിൽ കടന്നാൽ സ്റ്റൊമക് ഇൻഫെക്ഷൻ. ചികിത്സ ഉള്ളിലോ പുറത്തോ? സുരക്ഷ 1:1. ലൈഫ് ബോയ്. പുതിയ ലൈഫ് ബോയ് 10 ഇൻഫെക്ഷൻസും ഉണ്ടാക്കുന്ന അണുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു. 10 ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന അണുക്കൾ. സംരക്ഷണം 1. പുതിയ ലൈഫ് ബോയ്. ഞാൻ വിവാഹിതനാണ്, പക്ഷേ പലരുമായി ഞാൻ പ്രേമത്തിലാണ്. ഈ ചുവന്ന ദേവതയെ ഞാൻ പ്രേമിക്കുന്നു. ഈ മഞ്ഞക്കിളിയുണ്ടല്ലോ, ഭാഗ്യവശാൽ ഇവരെല്ലാം ഒരുപോലെ തന്നെ എന്റെ ഭാര്യ. ഇപ്പോൾ നിങ്ങളുടെ വസ്ത്രത്തിന്റെ വർണ്ണഭംഗി അദ്ദേഹത്തിന്റെ മനം മയക്കും. കലകാടോട് കൂടിയ പുതിയ സൺലൈറ്റ്. ഉജ്ജ്വലമായ വർണ്ണം 40 കാലത്തിന് ശേഷവും. സൺലൈറ്റ്. വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു ഹൽവ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. കുങ്കുമപ്പൂ ഹൽവ. കുങ്കുമപ്പൂ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. നമ്മളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഒക്കെ വളരെ ഉപകാരപ്രദവുമാണ് കുങ്കുമപ്പൂ എന്നറിയാമല്ലോ. കുങ്കുമപ്പൂ കൊണ്ട് അനായാസം തയ്യാറാക്കാവുന്ന ഒരു ഹൽവയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: കുങ്കുമപ്പൂവാണ് ഇതിന്റെ പ്രധാന ഘടകം. ഒരു 1/4 കപ്പിൽ താഴെ കുങ്കുമപ്പൂ എടുക്കാം. പിന്നെ മൈദ, 1 കപ്പ് മൈദ, പാൽ 1.5 കപ്പ് പാൽ വേണം, 2 കപ്പ് പഞ്ചസാര വേണം, നെയ്യ് 1/2 കപ്പ് വേണം, കിസ്മിസും നട്ട്സും ആവശ്യത്തിന് നമ്മളുടെ ഇഷ്ടാനുസരണം വേണം. വളരെ വേഗം തയ്യാറാക്കാവുന്നതാണ്. അപ്പൊ ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് പാലൊഴിച്ച് ഒന്ന്
നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിന് കട്ട അഥവാ ഇതിന് ചെറിയ കട്ടയൊക്കെ വന്നാലും കുഴപ്പമില്ല. അതിങ്ങനെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇളക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാലും ഇലക്ട്രിക് കുക്കറിലാണ് നമ്മളിത് തയ്യാറാക്കുന്നതെങ്കിൽ ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടി ഇലക്ട്രിക് കുക്കറിലിട്ട് ഓൺ ചെയ്താൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കുക. ഓഫായി വരുമ്പോൾ കീപ്പ് ഓണിലേക്ക് ആകുമ്പോൾ ഒന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് മിക്സ് ഓഫായി കഴിയുമ്പോൾ റെഡി ആയിരിക്കും. ഒന്നിച്ച് തയ്യാറാക്കാം. ഇപ്പം മൈദയും പാലും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മള് ഒരു നോൺ സ്റ്റിക് പാൻ വെച്ചു. അതിൽ നെയ്യ് വെച്ചു. നെയ്യൊന്ന് ഉരുകി വന്നോട്ടെ. നമ്മളുടെ പ്രധാന ഘടകം ഇതാണ്, കുങ്കുമപ്പൂവാണ്. ഇത്രയും കുങ്കുമപ്പൂ ഇട്ടില്ലെങ്കിലും നല്ല നിറവും മണവും ഉണ്ടാവും. പക്ഷെ ഇത് ഒരു പ്രത്യേക രുചിയാണ്. അതുകൊണ്ട് ഇത്ര 2 സ്പൂൺ ഇട്ടു. അതും കൂടി ഇതിൽ മിക്സ് ചെയ്തു. നമുക്ക് മിക്സ് ചെയ്യാനായിട്ടുള്ള പഞ്ചസാര മാത്രമേ ഉള്ളൂ. അതും നമുക്കിതിലേക്ക് അങ്ങ് ഇടാം. അപ്പൊ എല്ലാം കൂടി മിക്സ് ചെയ്തു ചുരുക്കം. ഈ ഉരുകി വന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് എല്ലാം കൂടി. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ആദ്യം മൈദയും പാലും മിക്സ് ചെയ്ത് അത് ഇളക്കി വരുമ്പോഴേക്കും പഞ്ചസാര ചേർത്താലും മതി. ചെറിയ കട്ടകൾ കാണുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മൾ ഇളക്കുമ്പോ തിളച്ച് വരുമ്പോ ശരിയാവും. കുങ്കുമപ്പൂ വളരെ വിലയേറിയ സാധനമാണെന്ന് അറിയാമല്ലോ. അപ്പൊ നമ്മളത് വേസ്റ്റ് ആക്കാതെ കുങ്കുമപ്പൂ ഇതിലേക്ക് തന്നെ ഇട്ടാലും മതി. ഇതെല്ലാം നമ്മളുടെ ആരോഗ്യ പാചകമാണ്, വളരെ വേഗം തയ്യാറാക്കാവുന്നതുമാണ്. ഇതിങ്ങനെ നമ്മൾ പതുക്കെ ഒന്ന് അനക്കി കൊടുത്താൽ ആ കട്ടയൊക്കെ അലിഞ്ഞോളും. കുങ്കുമപ്പൂവിന്റെ കളറാണ് വരുന്നത്. കളറും മണവും കൂടി ഇതിൽ കൂടി പകർന്നു തരാൻ സാധിക്കുന്നില്ല. പക്ഷെ കുങ്കുമപ്പൂവിന്റെ മണം വളരെ ആകർഷകമാണ്. നല്ലൊരു കവിത കേൾക്കുന്ന സുഖമാണ് നല്ലൊരു വിഭവം പാചകം ചെയ്യുമ്പോൾ ഉണ്ടാവുക. നന്നായിട്ട് ഒരു അലുവയുടെ മണമൊക്കെ വന്നു തുടങ്ങി. ചിലര് കുങ്കുമപ്പൂ ഇങ്ങനെ പാലിൽ അലിയിച്ച് ചേർക്കും. അപ്പൊ ഇങ്ങനെ കുങ്കുമപ്പൂ ആയിട്ട് കുങ്കുമപ്പൂവിന്റെ ഷേപ്പിൽ കാണൂല. നമ്മള് കുങ്കുമപ്പൂ കൊണ്ട് ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാം. കുങ്കുമപ്പൂ കേസരി, കുങ്കുമപ്പൂ കൊണ്ട് പുഡിംഗ് ഉണ്ടാക്കാം, കുങ്കുമപ്പൂ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. അപ്പൊ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ട് ഞാൻ ഒരു ഹൽവ പരീക്ഷിച്ചതാണ്. ഹൽവ ഇങ്ങനെ നന്നായിട്ട് ഉണ്ട്. ഇപ്പൊ ഞാൻ മൈദ എടുത്തുന്നേ ഉള്ളൂ. മൈദ ഇല്ലാതെ ഗോതമ്പ് പൊടിയും പിന്നെ അരിപ്പൊടി ഒക്കെ കൊണ്ട് ഉണ്ടാക്കാം. മൈദയേക്കാളും നല്ലതാണ്. അതിന്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടുവരുന്ന ഒരു സ്ട്രക്ചറായി അനായാസം തയ്യാറാക്കാവുന്ന ഹലുവയാണ്. ഓൾമോസ്റ്റ് അതായി കഴിഞ്ഞു. ഇത് നമ്മൾ നോൺ സ്റ്റിക് പാനിൽ ഉണ്ടാക്കുമ്പോൾ ഇത്രയും നെയ്യ് ആവശ്യം ഇല്ല. പക്ഷെ നെയ്യ് അതിലേക്ക് പകരാതെ ഇത് മാത്രം നമുക്ക് കോരിയെടുക്കാനും പറ്റും. അത് കുഴപ്പമില്ല. നെയ്യ് കുറച്ച് ഉപയോഗിക്കേണ്ട ആൾക്കാർക്ക് നെയ്യുടെ അളവ് കുറയ്ക്കാം. നോൺ സ്റ്റിക് ആകുമ്പോൾ കുറച്ച് നെയ്യ് കുറയ്ക്കാം. അതേസമയം നമ്മൾ സ്റ്റീൽ ചരുവത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നെയ്യുടെ അളവ് കുറച്ച് കൂട്ടാം. ഇതിപ്പോ ഷേപ്പും ഒക്കെ വന്നു കഴിഞ്ഞു. കട്ടയൊക്കെ അങ്ങോട്ട് മാറുകയും ചെയ്തു. തീ അല്പം കുറച്ചിട്ട് നമ്മൾ തിരിച്ചറിയണം എങ്ങനെയാണെന്നോ. ഈ തവിയിലൊന്നും അങ്ങനെ പിടിച്ചിരിക്കാതെ വരും, സൈഡിലൊന്നും പിടിച്ചിരിക്കാതെ വരും.
ഇപ്പൊ അലുവയായിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗികളാണ്. കളറ് ചേർത്ത അലുവയല്ല. നമുക്ക് പല നിറത്തിലുള്ള അലുവ കടകളിൽ കിട്ടാറുണ്ട്. കോഴിക്കോടൻ അലുവയൊക്കെ നമ്മൾ ധാരാളം ആൾക്കാർക്ക് പ്രിയപ്പെട്ടതാണ്. പക്ഷെ അതെല്ലാം നിറം ചേർത്താണ്. ഇത് നിറമൊന്നും ചേർക്കാണ്ട് കേസരി കുങ്കുമപ്പൂ ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ്. കേസരി പൗഡറും ചേർത്തിട്ടില്ല. ചില ആൾക്കാർ കേസരി പൗഡറൊക്കെ ചേർത്തിട്ടാണ് കളർ കൊടുക്കുക. ഇതിലൊരു നിറം ചേർക്കുന്ന ആർട്ടിഫിഷ്യൽ വസ്തുക്കൾ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് ആരോഗ്യത്തിന് ഹാനികരമല്ല. ഇത് നമുക്ക് നെയ്യ് പുരട്ടി വെച്ചിട്ടുള്ള ഒരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം, ട്രേയിലേക്ക് മാറ്റിയിട്ട് അത് ഷേപ്പ് ചെയ്യാം. കിസ്മിസും രോഗങ്ങൾ വേറെ വേറെ, പക്ഷെ പ്രോബ്ലം ഒന്ന് തന്നെയാ രണ്ടുപേരുടെയും. അണുക്കൾ. ചർമ്മത്തെ ബാധിച്ചാൽ സ്കിൻ ഇൻഫെക്ഷൻ. കണ്ടോ? ഇവിടെ നിന്ന് ഉള്ളിൽ കടന്നാൽ സ്റ്റൊമക് ഇൻഫെക്ഷൻ. ചികിത്സ ഉള്ളിലോ പുറത്തോ? സുരക്ഷ 1-1. ലൈഫ് ബോയ്. പുതിയ ലൈഫ് ബോയ് 10 ഇൻഫെക്ഷൻസും ഉണ്ടാക്കുന്ന അണുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു. 10 ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന അണുക്കൾ. സംരക്ഷണം 1. പുതിയ ലൈഫ് ബോയ്. ഇപ്പോൾ ഓരോ സന്തൂർ ഗ്ലിസറിൻ 75 ഗ്രാം പാക്കിനുമൊപ്പം നേടൂ ഒരു സോപ്പ് ഡിഷ് തികച്ചും സൗജന്യം. ഇപ്പോൾ ഓരോ സന്തൂർ ഗ്ലിസറിൻ 75 ഗ്രാം പാക്കിനുമൊപ്പം നേടൂ ഒരു സോപ്പ് ഡിഷ് തികച്ചും സൗജന്യം. ഞാൻ വിവാഹിതനാണ്, പക്ഷേ പലരുമായി ഞാൻ പ്രേമത്തിലാണ്. ഈ ചുവന്ന ദേവതയെ ഞാൻ പ്രേമിക്കുന്നു. ഈ മഞ്ഞക്കിളിയുണ്ടല്ലോ, ഭാഗ്യവശാൽ ഇവരെല്ലാം ഒരുവൾ തന്നെ എന്റെ ഭാര്യ. ഇപ്പോൾ നിങ്ങളുടെ വസ്ത്രത്തിന്റെ വർണ്ണഭംഗി അദ്ദേഹത്തിന്റെ മനം മയക്കും. കലകാടോട് കൂടിയ പുതിയ സൺലൈറ്റ്. ഉജ്ജ്വലമായ വർണ്ണം 40 അലക്കിന് ശേഷവും. സൺലൈറ്റ്. രോഗങ്ങൾ വേറെ വേറെ, പക്ഷെ പ്രോബ്ലം ഒന്ന് തന്നെയാ രണ്ടുപേരുടെയും. അണുക്കൾ. ചർമ്മത്തെ ബാധിച്ചാൽ സ്കിൻ ഇൻഫെക്ഷൻ. കണ്ടോ? ഇവിടെ നിന്ന് ഉള്ളിൽ കടന്നാൽ സ്റ്റൊമക് ഇൻഫെക്ഷൻ. ചികിത്സ ഉള്ളിലോ പുറത്തോ? സുരക്ഷ 1-1. ലൈഫ് ബോയ്. പുതിയ ലൈഫ് ബോയ് 10 ഇൻഫെക്ഷൻസും ഉണ്ടാക്കുന്ന അണുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു. 10 ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന അണുക്കൾ. സംരക്ഷണം 1. പുതിയ ലൈഫ് ബോയ്. കിസ്മിസും നട്ട്സും നമ്മൾ വച്ചിട്ടുണ്ട്. അത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കാം. അലുവ തയ്യാറായി കഴിഞ്ഞു. ഇത് ഓഫ് ചെയ്യാം. വളരെ വേഗം തയ്യാറാക്കാവുന്ന അലുവയാണ് കേട്ടോ. എല്ലാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, സ്ത്രീകളുടെ ജീവിതം വളരെ തിരക്ക് പിടിച്ചതാണ്. അപ്പം പണി വളരെ വേഗം തീർക്കുക എന്നുള്ളതും കൂടി. തീർക്കാവുന്ന, വളരെ വേഗം ചെയ്യാവുന്ന നല്ല വിഭവങ്ങൾ ഉണ്ടാക്കാം. ഇത് നമുക്ക് സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇതിലിപ്പോ കുറച്ച് നെയ്യ് അധികം വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ആ നെയ്യ് ഇതിലേക്ക് വീഴാതെ നമുക്ക് സർവിംഗ് ബൗളിലേക്ക് എടുക്കാം. ഇത് കുറച്ച് നെയ്യ് തടവിയിട്ടുള്ള പാത്രമാണ്. നമ്മൾ ഒഴിക്കുമ്പോൾ നെയ്യ് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നെയ്യ് കുറച്ച് കൂടിപ്പോയെങ്കിലും അത് ഇതിലേക്ക് വരണം എന്നില്ല. ഇങ്ങനെ പകർന്നിട്ട് നമുക്കിത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു തവി കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. വളരെ വേഗം ഒരു മനോഹരമായ അലുവ റെഡിയായില്ലേ? നിങ്ങളും ഇത് പരീക്ഷിച്ച് നോക്കണം. തീർച്ചയായിട്ടും വളരെ ആരോഗ്യപ്രദമാണ്. കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അലുവ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. കിസ്മിസും നട്ട്സും ഉണ്ട്. നല്ല നിറം വന്നിട്ടുണ്ട് കേട്ടോ. കളർ ചേർക്കാതെ തന്നെ എത്ര ഭംഗിയായ അലുവയായി. ഭംഗി മാത്രമല്ല, അതിന് രുചിയുണ്ടാവും. നിങ്ങൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഈ കളർ ഉള്ളത് കൊണ്ട് കിസ്മിസ് വെച്ച് കഴിയുമ്പോൾ അത്ര അട്രാക്ഷൻ ഇല്ല അല്ലേ? നമ്മളുടെ കുങ്കുമപ്പൂ ഹൽവ റെഡിയായി. എന്തൊക്കെ സാധനം എടുത്തു എന്നുള്ളത് ഞാൻ ഒന്നുകൂടി പറയാം. ഇതിന്റെ പ്രധാന ഘടകം കുങ്കുമപ്പൂവാണ്. കുങ്കുമപ്പൂ നമുക്ക് 1-2 സ്പൂൺ ആവശ്യമുള്ളൂ. ഇത് ഇത്ര എടുത്തിട്ട് തന്നെ ഇത്രയും നിറം വന്നു. എന്നിട്ട് 2 കപ്പ് പഞ്ചസാര ഉണ്ടായിരുന്നു, 1/2 കപ്പ് നെയ്യ് ഉണ്ടായിരുന്നു, 1.5 കപ്പ് പാല്, മൈദ 1 കപ്പ് ഉണ്ടായിരുന്നു. മൈദയും പാലും മിക്സ് ചെയ്തു, പഞ്ചസാര മിക്സ് ചെയ്തു, അതിലേക്ക് കുങ്കുമപ്പൂ ഇട്ടു, നെയ്യ് ഒഴിച്ച ഒരു പാനില് ഇതെല്ലാം കൂടി കുറുക്കിയെടുത്തു. ഇതിന്റെ അറ്റത്തുനിന്ന് വിട്ടുവരുന്ന ഒരു പരുവമായപ്പോൾ അത് നമ്മളൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റി കിസ്മിസും നട്ട്സും കൊണ്ട് അലങ്കരിച്ചു. നിങ്ങൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്നാണ് എന്റെ വിശ്വാസം. നമസ്കാരം.